ഇനി ഇതിൻ്റെ ഒരു പ്രസക്തി, അടുത്തൊരു പ്രസക്തിയുണ്ട്. അദ്ദേഹം ഇത് എഴുതിയത് സാധാരണ എഴുതുന്ന പോലെയല്ല, ഒരു കിളിപ്പാട്ട് രൂപത്തിലാണ് എഴുതിയത്, ഒരു കിളി വന്ന് കഥ പറയുന്നത് പോലെ. അപ്പോൾ അതിൻ്റെ ഒരു അർത്ഥമെന്ന് പറയുന്നത്, നമ്മളൊരു അറിവ് അല്ലെ പാണ്ഡിത്യം, അറിവ്, ജ്ഞാനമൊക്കെ പകർന്ന് നൽകേണ്ടത് അഹങ്കാരത്തോടെയല്ല, പകരം വളരെ കിളിയെപ്പോലെ. കിളി ഒരു സാധാരണ ഒരു 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 പക്ഷിയാണല്ലോ. അപ്പോൾ ഒരു സാധാരണക്കാരനെ പോലെ ആയിരിക്കണം, ഒരു ഹ്യൂമിലിറ്റിയോടുകൂടി, വിനയത്തോടുകൂടി ആയിരിക്കണം അറിവ്, ജ്ഞാനം മറ്റുള്ളവർക്ക് പകർന്നു നൽകേണ്ടത് എന്നുള്ളൊരു സന്ദേശവും ഈ എഴുത്തച്ഛൻ കിളിപ്പാട്ട് രൂപത്തിൽ ഇത് മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്തതിൽ കൂടി നമുക്കൊരു സന്ദേശമുണ്ട്. അപ്പോൾ അറിവുള്ളവർ അല്ലെങ്കിൽ അറിവ് പകർന്നു നൽകുന്നവർ, അവർ അഹങ്കരിക്കാൻ പാടില്ല. അത് ഈ രാമായണത്തെ പറ്റിയോ മഹാഭാരതത്തെ പറ്റിയോ പറഞ്ഞു നൽകുന്നവരോ അല്ല മറ്റ് ആധ്യാത്മിക ഗ്രന്ഥങ്ങളെ പറ്റിയുള്ള കാര്യങ്ങളെപ്പറ്റി പറഞ്ഞു കൊടുക്കുന്നവരും ഒരിക്കലും അഹങ്കാരമുള്ളവരാവരുത്. അവർ വളരെ വിനയത്തോടെയുള്ളവരായിരിക്കണം സമൂഹത്തിൽ എന്നുള്ളൊരു സന്ദേശവും ഈ എഴുത്തച്ഛൻ്റെ ഈ കാര്യത്തിൽ ഇദ്ദേഹം തർജ്ജമ ചെയ്തതിൽ കൂടെയുണ്ട്.